ഒരു ഗസ്റ്റ് ഉണ്ട്. ആരാണ് ഇവിടെ അത്ര വലിയ ഗസ്റ്റ്? അപ്പൊ നമുക്കിത് നമ്മളുടെ മുല്ലാക്കക്കുട്ടി പറയണമെന്ന് കേൾക്കാം. ഫെബ്രുവരി 14 സിട്ടാവായ അള്ളാഹുവിനെ പ്രണയിക്കാത്ത ഒരുത്തനാണ് ഇന്ന് പൂവും പൂച്ചെണ്ടും എടുത്തിട്ട് കേവലം സിട്ടിയായ ഒരു പെണ്ണിന്റെ പുറകെ പോകുന്നത്. അല്ലേ ഇതിങ്ങനെ തൂക്കിയിട്ടുണ്ട് നടന്നാൽ മതി, ഒരു പിടിയൊക്കെ വെക്കണ്ടേ. ഇവരുടെ മാതൃക, ഇവർക്ക് എല്ലാത്തിനും മാതൃക ഉണ്ടല്ലോ, ആ മാതൃകയായ നമ്മളെ സാക്ഷാൽ മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നോ? ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ലീലാവിലാസങ്ങൾ ചുരുക്കി പറഞ്ഞാൽ മദീനയിലെയും മക്കയിലെയും ഏതെങ്കിലും ഒരു സ്ത്രീയെ എനിക്ക് വേണമെന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു എങ്കിൽ ഇസ്ലാമിന്റെ നിയമം ആ പെണ്ണിനെ പ്രവാചകന് അവകാശപ്പെട്ടതാണെന്നുള്ളതാണ്. ഇന്ന് വാലന്റൈൻസ് ഡേയിൽ ഒരു ആഘോഷം ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോ എന്ന് വെച്ചാൽ അവർ പ്രണയം ആണ് തെരഞ്ഞെടുക്കുന്നത്. എന്നാൽ സാക്ഷാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത്? മുഹമ്മദ് ചെയ്തത് എന്നെ പ്രണയിക്കുമോ എന്നല്ല, ഒരു കളി തരുമോ കരളയെന്നാണ് ചോദിച്ചത്. തെളിവുകൾ എന്റെ കൈവശമുണ്ട്. അപ്പൊ ഇവിടെ ഹദീസ് സഹീഹ് അൽ ബുഖാരി 5255. തീർന്നില്ല. യുദ്ധത്തിൽ ബന്ദികളായി പിടിക്കപ്പെട്ട കൂട്ടത്തിൽ ഒരു പെണ്ണുണ്ട്. ഇവിടെ ആ സാധനം എങ്ങനെയുണ്ട്? സംശയമില്ല, പോക്ക് എനിക്ക് തോന്നി. അതുകൊണ്ട് നബിയെ, നിങ്ങൾ സമ്മതിച്ചാൽ ആ കല്യാണം നടക്കും. പാവണ്ണ അവക്കൊരു ജീവിതം കൊടുക്കണം. ഒരു കൈ നോക്കല്ലേടേ. അപ്പൊ നമ്മ കാട്ടിയും കൊടുക്കണോ കൂട്ടിയും കൊടുക്കണോ? അപ്പൊ തുടങ്ങാല്ലേ? അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തി? ഈ പ്രണയദിനം എന്ന് പറയുന്ന അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേ എന്ന് പറയുന്ന സംഗതി നമ്മളും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ വലിയ സംഭവമായിരുന്നുണ്ട്. അത് വേറെ കാര്യം, പോട്ടെ, നാണം വരുന്നു. ആ ഒരു സമയത്തും അല്ലെങ്കിൽ ഒരു കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ എതിർത്തുകൊണ്ട് വരുന്ന ചില സാംസ്കാരിക തെണ്ടികളുണ്ട്. അത് ഇപ്പം നമുക്കറിയാം, ബജറംഗ് ദൾ തെണ്ടികൾ, അതുപോലെ ഹനുമാൻ സേനക്കാര്, ഇതേപോലെ കുറേ സാംസ്കാരിക തെണ്ടികൾ വന്നുകൊണ്ട് ചൂരൽ പ്രയോഗം നടത്തുന്ന ഒരു സമയമാണ്. ഇത് നമ്മളുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെതിരെ വരുന്നത്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ അവിടെ അതിനെ നമ്മൾ എതിർക്കുന്നു, അത് ശരിയല്ല എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ കാക്കാമാരുടെ കൂട്ടം ആളുകൾ ചെയ്യുന്ന എന്താണ്? അവർ പറയുന്നത് തന്നെയാണ്, ഇത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല, ഇത് നമ്മുടെ മതത്തിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ അവർ ചൂരലെടുക്കുന്നു, ഇവർ ചൂരലെടുക്കുന്നില്ല. ഒന്നുകൂടി വേണേ കേട്ടോളൂ. ഫെബ്രുവരി 14 ഒരർത്ഥത്തിൽ ഇതൊരു പക്കാ ബിസിനസ് സീസണാണ്. ചോക്ലേറ്റ് കമ്പനികൾക്കും ടെഡി ബിയർ മാനുഫാക്ചേഴ്സിനും ഡയമണ്ട് മെർച്ചൻസിനും വേണ്ടിയിട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ അവർ ഇൻ ക്യാഷ് ആയിട്ട് ബിസിനസ് ട്രേഡിംഗ് ആക്കി മാറ്റാണ്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? ഈ ഒരു ജനറേഷനിലും ഒരാൾ സിംഗിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ള ഒരു കുറവുള്ള കാര്യമൊന്നുമല്ല. അതൊരു പവർ സ്റ്റേറ്റ്മെന്റ് ആണ്, ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. മറ്റൊരാളുടെ താൽക്കാലികമായിട്ടുള്ള അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പിച്ചതുണ്ടെന്ന ബഗ്ഗേഴ്സിനെ പോലെ ആവാതെ കൗമാരകാലേ കാമുക വചനം എന്ന് വെച്ചാല് കൗമാരത്തിലെ കാമുകൻ പറയുന്നതേ കേൾക്കൂ. ആ സമയത്തൊക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ട് നോ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ എവിടെയോ എന്തോ ഒരു തകരാറും. ഞാൻ പറഞ്ഞുതരാ. സിട്ടാവായ അള്ളാഹുവിനെ പ്രണയിക്കാത്ത ഒരുത്തനാണ് ഇന്ന് പൂവും പൂച്ചെണ്ടും എടുത്തിട്ട് കേവലം സിട്ടിയായ ഒരു പെണ്ണിന്റെ പുറകെ പോകുന്നത്. ഇദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള സാധനം മുഴുവൻ സ്വന്തം മൂട്ടിൽ കൊണ്ട വെടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സെയിം ലോജിക്ക് നമ്മൾ എടുക്കുക. ഇത് നിങ്ങളെ പറ്റിക്കുകയാണ്, ഇത് നിങ്ങളെ കച്ചവടവൽക്കരിക്കുകയാണ് എന്ന് പറയുന്നു. നിങ്ങളെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തുകൊണ്ട് ചോക്ലേറ്റും മറ്റേ ബെയറും എന്തായാലും അതൊക്കെ വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുൽസിത ശ്രമമാണ് മക്കളെ. അതുകൊണ്ട് ഇതിലേക്കൊന്നും ചെന്ന് ചാടരുതെന്നാണ് നമ്മുടെ ഈ കാക്കാൻ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതേ ലോജിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റമദാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളെ കയ്യിലിരിക്കുന്ന കാശ് കൊണ്ട് ഉന്നക്കായും സമൂസയും അതുപോലെ മറ്റേ പൂത്ത് വരട്ടിയത് തീറ്റിക്കാനും വാങ്ങിക്കാനും ഉള്ള ആ ഒരു കുൽസിത ശ്രമമാണ്. അതിൽ പോയി ചാടരുത്. പോട്ടെ, ഇവിടെ റംസാൻ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത് ഉന്നക്കായാണ്. പക്ഷേ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരിക? ചോക്ലേറ്റ് ആണോ അല്ലെങ്കിൽ കരടിയാണോ വരിക? ഒരാളുടെ മനസ്സിലേക്ക് അതല്ല വരിക. വാലന്റൈൻസ് ഡേ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ നിങ്ങളുടെ ഇണയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന ആളുടെ മുഖം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു സമയം, ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വരിക. അല്ലാതെ ആരുടെ മനസ്സിലേക്കും ഉന്നക്കായ വന്നാൽ മാതിരി ചോക്ലേറ്റ് വരാൻ പോകുന്നില്ല എൻ്റെ പൊന്നണ്ണ, എൻ്റെ അൽ അണ്ണ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും നമ്മുടെ ജാതിക്കാർക്ക് വലിയ നാണക്കേടായിപ്പോയി. ഇതുവരെ കഴിക്കാത്ത അല്ലെങ്കിൽ ആണ്ടിനും സംക്രാന്തിക്കും മാത്രം കഴിക്കുന്ന സാധനങ്ങൾ 30 ദിവസം തുടർച്ചയായിട്ട് കഴിക്കാനുള്ള ഒരു അപൂർവ അവസരം. 11 മാസം ബോംബും 1 മാസം നോമ്പും എന്ന് പറയുന്ന സാധനം അന്വർത്ഥമാക്കുന്ന ഒരു സംഗതിയാണ് സത്യത്തിൽ ഈ റമദാൻ എന്ന് പറഞ്ഞാൽ. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ.
സഹിക്കല്ലാതെ എന്ത് ചെയ്യാം. ആ ഒരു 30 ദിവസം ഫുഡ് ഫെസ്റ്റിവൽ എന്ന് തന്നെ നമുക്ക് പറയാം. കച്ചവടവൽക്കരണമാണ് ശരിയായി തരാം. ഈ പറഞ്ഞ ഉപദേശം സിംഗിളായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പവറാണ് എന്ന് പറയുന്ന ഒരു സാധനം. സംഗതി ഇവരുടെ മാതൃക, ഇവർക്ക് എല്ലാത്തിനും മാതൃക ഉണ്ടല്ലോ, ആ മാതൃകയായ നമ്മളെ സാക്ഷാൽ മുഹമ്മദ് നബിക്ക് ഉണ്ടായിരുന്നോ? ഇതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അവിടെ നമ്മൾ അന്വേഷിക്കും. കാരണം എന്താണ് ഇവർ പറഞ്ഞു വെക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉത്തമ മാതൃകയായിട്ടാണ് നമുക്ക് മുമ്പിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ഐഡിയലാണ് എന്ന് ഇവർ പറഞ്ഞു വെച്ച സാധനം. അതായത് നിങ്ങൾ ഈ പൂച്ചണ്ടുമായിട്ട് കണ്ട പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെ പിന്നാലെ ഒന്നും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എന്താ പറയുക പ്രണയിക്കുമോ എന്ന് ചോദിക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പറയും ഓപ്ഷൻ 1 കളി തരുമോ കരളെ, ഓപ്ഷൻ 2 എന്നെ പ്രണയിക്കുമോ. ഇതിൽ ഏത് ചോദ്യമാണ് ബെറ്റർ ചോദ്യം? ഇത് നിങ്ങൾ പറയൂ. ഈ ചോദ്യം ചോദിച്ച ആരെയാണ് നിങ്ങൾക്ക് മാതൃകയാക്കാൻ കൊള്ളുക? 2 ചോദ്യത്തിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ്? ഈ ചോദ്യം തന്നെ തെറ്റാണെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഏത് പ്രണയിക്കുമോ എന്ന് ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ മുഹമ്മദ് നബി ചോദിച്ച ചോദ്യം അത് കളി തരുമോ കരളെ എന്നാകുമ്പോൾ എന്തായാലും ഒരു ആത്മീയ ഉണർവുണ്ടല്ലോ. ഇത് രണ്ടും കൂടി വെച്ചിട്ട് നിങ്ങൾ തീരുമാനിക്കുക. ഇതിലേതാണ് കുറച്ചും കൂടി ഒരു നമുക്ക് മാർക്ക് ഇട്ട് കൊടുക്കും. 10ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും? ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ? അവിടെ നിങ്ങൾ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതായത് കളി തരുമോ കരളെ എന്നുള്ളതിന് ഓപ്ഷൻ 2 എന്നെ പ്രണയിക്കുമോ. അപ്പോൾ ആ ഓപ്ഷൻ 1 എത്ര മാർക്ക്, ഓപ്ഷൻ 2 എത്ര മാർക്ക് കമന്റിൽ പ്ലീസ് രേഖപ്പെടുത്തുക. 10ൽ എത്ര മാർക്ക് നിങ്ങൾ കൊടുക്കും? ഇതാണ് എനിക്ക് അറിയേണ്ടത്. ഒരു കാര്യം നമുക്ക് ഏതായാലും കാണാൻ കഴിയും. കാക്കാമാർ വന്നിട്ട് ഈ കളി തരുമ്പോൾ കരളെ എന്നുള്ളതിന് 10ൽ 10 മാർക്ക് വിടും. അതാണ് ഉണ്ടാവാൻ പോണത്. കാരണം ഇത് ഒരു പെണ്ണൊന്നല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ അടുത്ത് പോയിട്ട് മുഹമ്മദ് നബി ഇതാ ചോദിച്ചിരിക്കുന്നത്. ഒരു ദിവസം നിന്നെ ഞാൻ സത്യമംഗലം കാടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു, എന്റെ വീരപ്പനെ കാണിക്കാൻ. അപ്പോൾ ഏതായാലും നിങ്ങൾ മാർക്ക് ഇട്ടിട്ട് ഈ രംഗം ഒന്ന് അങ്ങോട്ട് കൊഴിപ്പിക്കുക. അതാണ് ഞാനിവിടെ ആവശ്യപ്പെടുന്നത്. ഇനി ഈ പറഞ്ഞ സാധനം കേട്ടിട്ട് ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളി തരുമേ കരളെന്ന് ചോദിച്ചു. കണ്ടില്ല ആരിഫ് ഹുസൈൻ നുണ പറയണമെന്നാണ് പറയാം. ഇതും പറഞ്ഞിട്ട് നമ്മുടെ ഉണ്ണാക്കന്മാർ വരും. അങ്ങനെ ഇതുവരെ ഇതൊന്നും അറിയാത്ത നാട്ടുകാർ പോലും ഇത് അറിയാൻ പോവുകയാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അപ്പോൾ അതുകൊണ്ട് മുഹമ്മദ് നബി ഇവിടുന്ന് അങ്ങോട്ട് ഇനി എയറിലേക്കാണ് കേട്ടോ. When the prophet entered upon her, he said to her, അതായത് എന്നിട്ട് മുഹമ്മദ് നബി ആളുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഗീവ് മി യുവർ സെൽഫ് ഇൻ മാരേജ് ആസ് എ ഗിഫ്റ്റ് എന്നാണ് പറയുന്നത്. നോട്ട് ദ വേർഡ് ഗിഫ്റ്റ്. ഗീവ് മി യുവർ സെൽഫ് ആസ് എ ഗിഫ്റ്റ്. ഈ മാരേജ് എന്നുള്ള വാക്ക് ഹദീസിലില്ല. അത് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ കാണാം. എന്തിനാണ് അവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ എന്താ ഇത് തീരൂലേ? ഇതാണ് ചോദിക്കണത്. അതായത് ഇത് പണ്ട് ONV കുറിപ്പാണ് ആരാണോ എന്തോ ഒരു സാധനം ചോദിച്ചപ്പോൾ ഇസ്ലാമിന്റെ മഹത്വം അങ്ങനെ എന്തോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞുതരാം. MT നല്ല 1.5 ഒരു ട്രോൾ അങ്ങ് എഴുതി കൊടുത്തു. നിങ്ങൾ സ്ക്രീനിൽ കാണണ്ടേ, വായിച്ചു നോക്കി. എന്താ MT പറഞ്ഞാൽ അറിയാം? ബ്രാക്കറ്റുകളില്ലാത്ത തെളി മലയാളത്തിലുള്ള ഖുർആൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. MT വാസുദേവൻ നായർ എന്ന മലയാള സാഹിത്യത്തിന്റെ കുലപതിക്ക് പോലും ഖുർആൻ എന്താണ് സാധനം എന്ന് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? ഇത് ബ്രാക്കറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു അസൽ മുത്തുച്ചിപ്പി വായിക്കണ മാതിരി ഇരിക്കും. ഇതെന്തോടെ മുത്തുച്ചിപ്പിയുടെ റിവ്യൂ? ഇനി ഗീവ് മീ യുവർ സെൽഫ് ആസ് എ ഗിഫ്റ്റ്. നിന്നെ എനിക്ക് ദാനം ചെയ്യൂ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് സമ്മാനമായി തരൂ. അപ്പോൾ പുള്ളിക്കാരി ക്യാൻ എ പ്രിൻസസ് ഗീവ് ഹെർ സെൽഫ് ഇൻ മാരേജ് ടു ആൻ ഓർഡിനറി മാൻ എന്നാണ് ചോദിക്കുന്നത്. പോട്ടെ, നിങ്ങൾ പറയുന്നത് മുഹമ്മദ് നബി എന്തോ വലിയ സംഭവമാണെന്നാണ്. ആ വലിയ സംഭവമായ ആളെ വിളിക്കേണ്ട വാക്കാണോ ഇതേപോലെയുള്ള അസൂഖ് എന്ന് അർത്ഥം വരുന്നൊരു സാധനം? ഇവിടെ ആ അറബിയിൽ എഴുതിയിരിക്കുന്ന സാധനം നിങ്ങളൊന്ന് വായിക്കാം. ഹബി നഫ്സിക്കലി എന്നാണ് അവിടെ പറഞ്ഞത്. അതായത് ഗിവ് യുവർ സെൽഫ് ടു മീ എന്നാണ്. ആ ഗിവ് എന്ന് പറയുന്നത് ഡൊണേറ്റ് എന്നൊക്കെയുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ദാനമായിട്ട് തരൂ എന്ന്, ശരീരം ദാനം ചെയ്യൂ എന്ന് പറയുന്ന മാതിരി അങ്ങോട്ട് പോയിട്ട് ചോദിക്കും. ഇതിനെയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കളി തരൂ കരളെ എന്ന് പറയുന്ന ചോദ്യം. ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇനി നിങ്ങൾ പറയൂ, ഇവിടെ ഈ പറയുന്ന എന്നെ പ്രണയിക്കുമോ എന്ന ചോദ്യമാണോ അതോ കളി തരുമോ കരളെ എന്ന ചോദ്യമാണോ? ഏതാണ് മികച്ച ചോദ്യം? നിങ്ങൾ മാർക്കിടുക. ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു, മാർക്ക് ഇട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ എങ്ങോട്ടാണ് ഇവരുടെ ഒരു പോക്ക്? സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരാം.